ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച് ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതി മുന്നോട്ട്. പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന രാത്രികാല ഭക്ഷണ വിതരണം ഒന്നാം വാർഷികാഘോഷം ഡിവൈഎഫ്ഐ ദേശീയ അധ്യക്ഷൻ എ റഹീം എം ഉദ്ഘാടനം ചെയ്തു. വയറെരിയുന്നവരുടെ മിഴി നനയാതെ കാക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതി. സംസ്ഥാന വ്യാപകമായി സർക്കാർ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ ഉച്ചഭക്ഷണം വിതരണം നടത്തുന്നുണ്ട്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഉച്ചഭക്ഷണ വിതരണത്തിന് പുറമെയാണ് നാടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന യുവാക്കൾ രാത്രികാല ഭക്ഷണ വിതരണവും നടത്തുന്നത്. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐയുടെ കോഴഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ഇവിടെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നടത്തിവരുന്നത്. ഒരു വർഷം ഈ പദ്ധതി ഒരു ദിവസം പോലും മുടക്കമില്ലാതെ പൂർത്തീകരിക്കാനായി എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യം. ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ നടത്തുന്ന ഈ ലഘുവായ പരിപാടി ഇനിയും കുറെ കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമാണ് ഇതൊക്കെ നൽകുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെമ്പാടും എല്ലാ ആശുപത്രികളിലും ഉച്ചഭക്ഷണം കൊടുത്തു തുടങ്ങിയതാണ്. അത് കുറച്ചോറായിരുന്നു. പക്ഷേ ഈ ഉച്ചഭക്ഷണത്തിൽ തുടങ്ങിയത് വിവിധ ആശുപത്രികളിൽ നമ്മൾ വൈകുന്നേരങ്ങളിലും ഭക്ഷണം കൊടുക്കുന്ന വിധം മാറിയിരിക്കുന്നു. ഒട്ടനവധി ആശുപത്രികളിൽ, താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ഒക്കെ മറ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഉൾപ്പെടെ ഡിവൈഎഫ്ഐ വൈകുന്നേരത്തെ കൊടുത്തു തുടങ്ങിയാണ്. ഡിവൈഎഫ്ഐ നടത്തുന്നത് മാതൃകാപരമായ പ്രവർത്തനമെന്ന് രോഗികളുടെ കൂട്ടിരിപ്പുകാർ. ഇത് തന്നെ വലിയൊരു ഉപകാരമാണ് ഈ കൂട്ടിരിപ്പുകാർക്കും ഈ രോഗികൾക്കും എല്ലാം കൊടുക്കുന്നത്. അത്ര നല്ലൊരു ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഇതാണ്. മാതൃകാപരമായിട്ടുള്ള നല്ല പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അത്രയും കഞ്ഞി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളല്ലെങ്കിൽ ഇത് വെളിയിൽ പോയി നമുക്ക് മേടിച്ചുകൊണ്ട് വരുന്നതിന്റെ ബുദ്ധിമുട്ട് അത് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഏറ്റവും വലിയൊരു ഉപകാരം. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ രാത്രികാല ഭക്ഷണ വിതരണത്തിന്റെ ഒന്നാം വാർഷികാഘോഷ ചടങ്ങിൽ മുൻ MLA-യും CPIM നേതാവുമായ എ പത്മകുമാർ, ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.